സ്വർഗീയ വൃന്ദങ്ങളണി ചേർന്നിതാ, വിശുദ്ധ ഗണങ്ങളും നിറചേർന്നിതാ, പൂജ്യനി തിരുയാഗപീഠത്തിൻ മുൻപിൽ അത്യുന്നത സ്വർഗം താണിറങ്ങി. സ്വർഗീയ വൃന്ദങ്ങളണി ചേർന്നിതാ, വിശുദ്ധ ഗണങ്ങളും നിറചേർന്നിതാ, പൂജ്യനി തിരുയാഗപീഠത്തിൻ മുൻപിൽ അത്യുന്നത സ്വർഗം താണിറങ്ങി. മാലാഖമാരുടെ സംഗീതനാദം, സ്വർഗീയ നാഥനിൻ ആരാധന, അത്യുന്നത ദൈവത്തിൻ സിംഹാസനത്തിൻ അനവരതം താഴുന്നു ആരാധന. സൈഡിൽ നിൽക്കുന്നവർ ദയവചെയ്ത് നടുവിലത്തെ ബെഞ്ചുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അത് മുഴുവനാകുക. അത് കഴിഞ്ഞിട്ട് സ്ഥലമില്ലെങ്കിൽ ഇതിൻ്റെ സൈഡിലെ ബെഞ്ചുകളിലേക്ക് ഇരിക്കുക. ഇവിടെ നടുവിലത്തെ ബെഞ്ചിൽ പുറകിൽ ആണുങ്ങളുടെ വശത്ത് ഇനിയും ബെഞ്ച് ഒഴിവുണ്ട്. അപ്പോൾ അവിടേക്ക് പോകുക. സൈഡിൽ നിൽക്കുന്നവർ പുറകിലേക്ക് പോകുക. നടുവിലത്തെ ബെഞ്ച് അത് മുഴുവനായി കഴിയുമ്പോഴത്തേക്ക് മാത്രം മതി സൈഡിലെ ബെഞ്ചുകളിലേക്ക് അല്ലെങ്കിൽ കസേരകളിലേക്ക് ഇട്ടിക്കുന്നതിലേക്ക് പോകേണ്ടത്. എല്ലാവർക്കും പ്രഭാത വന്ദനം. ഈശോയുടെ സന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് കൂടുകയാണ്. വീണ്ടും വലിയ പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും തമ്പുരാൻ നമ്മളെക്കുറിച്ചുള്ള പ്രത്യേകമായുള്ള കരുതൽ, അവിടുന്ന് നമ്മളെക്കുറിച്ചുള്ള ശ്രദ്ധ കൂടുതൽ നൽകി നമ്മെല്ലാവരെയും ഈ പ്രഭാതത്തിൽ ഈശോയുടെ സന്നിധിയിലേക്ക് ക്ഷണിച്ച് ഈ വിശുദ്ധ ബലി അർപ്പിച്ച് ദിവസം ആരംഭിക്കുവാനായിട്ട് അവിടെ നമ്മെ ക്ഷണിച്ചു വരുത്തിയതിന് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളും, പ്രത്യേകിച്ചും നമ്മുടെ ഇടവക കുടുംബത്തെ, ഇപ്പോൾ ഇവിടെ സന്നിഹിതരല്ലാത്തവരുമായിട്ട് എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ രോഗികളെയും നമുക്ക് സമർപ്പിക്കാം. കോവിഡ് രോഗം മൂലവും മറ്റുള്ള രോഗങ്ങളാലുമൊക്കെ ചികിത്സയിലായിരിക്കുന്നവർ, അവരെ ചികിത്സിക്കുന്ന ആതുര ശുശ്രൂഷകർ, ആരോഗ്യ പ്രവർത്തകർ എല്ലാവരെയും സമർപ്പിച്ച് ഈ ബലി വിശുദ്ധിയോടെ അർപ്പിക്കുവാൻ കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവക കുടുംബത്തിൽ നിന്നും 2-3 വ്യക്തികളാണ് ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നത്. കെവിൻ ചെറിയ വിളി, മനു ആലുങ്കൽ, കൂടാതെ നമ്മുടെ ഇടവകയിൽ സേവനം ചെയ്യുന്ന സിസ്റ്റർ നാൻസിയുടെയും ജന്മദിനമാണെന്ന്. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരുടെ ലിസ്റ്റിൽ പ്രത്യേകിച്ച് കാണുന്നില്ല. നമുക്കെല്ലാവരെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ബലി വിശുദ്ധിയോടെ അർപ്പിക്കുവാണ് കൃപ. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കാം. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാവരെയും സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായ പാപം ചെയ്തുപോയതിന് ചെയ്യുന്നു. അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ പാപങ്ങളാൽ നഷ്ടമാക്കിയതിനാലും സ്വത്തെ നഷ്ടപ്പെടുത്തി തീർത്തതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദ സഹായത്താൽ പാപസഹജലപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയെന്നും ദൃഢമായ പ്രതിജ്ഞ ചെയ്യുന്നു. ഇതിനുള്ള പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ ശ്രദ്ധയായിരിക്കുന്നു. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, ഭാവമൊരു തീരമൊരുക്കിടാം, ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അടച്ചിടാം. ഒന്നാം പെസഹ തിരുനാളിൽ കർത്താവ്
അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനം സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനം സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനം സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പുത്രനായ മിശിഹ തന്നെ മനുഷ്യാവതാരം വഴി രക്ഷാകര വാഗ്ദാനം പൂർത്തിയാക്കിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിച്ചാരാധിക്കുന്നു. മിശിഹായിലൂടെ അങ്ങുമായി ഞങ്ങളെ രമ്യതപ്പെടുത്തി ദൈവപുത്ര സ്ഥാനത്തിന് അർഹരാക്കിയ അങ്ങയുടെ അനന്തമായ കാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ വിശുദ്ധ കുർബാന യോഗ്യതാപൂർവം അർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതുവഴി രക്ഷയുടെ ഫലങ്ങൾ ഞങ്ങളിൽ സ്ഥിരീകരിക്കുന്നതിന് വഴിയാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും. അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സുസ്ഥിരനുമെന്നെന്നും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനം ശ്രമിക്കുവാനും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം.
സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങയേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്ക് ഏകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് ഒത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ദൈവവചനം ശ്രവിക്കുവിൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന 18-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. മിശിഹ സഹോദരി അനുഗ്രഹിക്കട്ടെ. മാമ്രയുടെ ഓക്കുമരത്തോപ്പിന് സമീപം കർത്താവ് അബ്രാഹത്തിന് പ്രത്യക്ഷനായി. വെയിൽ മൂത്ത സമയത്ത് അബ്രാഹം തൻ്റെ കൂടാരത്തിൻ്റെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ 3 ആളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ട് അവൻ കൂടാരവാതിൽക്കൽ നിന്ന് എഴുന്നേറ്റ് അവരെ എതിരേൽക്കാൻ ഓടിച്ചെന്ന് നിലം പറ്റെ താണ് അവരെ വണങ്ങി. അവൻ പറഞ്ഞു, യജമാനനെ, അങ്ങ് എന്നിൽ സംപ്രീതനെങ്കിൽ അങ്ങയുടെ ദാസനെ കടന്നു പോകരുതേ. കാലു കഴുകാൻ കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ. മരത്തണലിൽ ഇരുന്ന് വിശ്രമിക്കുക. നിങ്ങൾ ഈ ദാസന്റെ അടുക്കൽ വന്ന നിലയ്ക്ക് ഞാൻ കുറെ അപ്പം കൊണ്ടുവരാം. വിശപ്പടക്കിയിട്ട് യാത്ര തുടരാം. നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്നവർ പറഞ്ഞു. അബ്രാഹം പെട്ടെന്ന് കൂടാരത്തിലെത്തി സാറായോട് പറഞ്ഞു, വേഗം 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്കുക. അവൻ ഓടിച്ചെന്ന് കാലിക്കൂട്ടത്തിൽ നിന്ന് കൊഴുത്ത ഒരു ഇളം കാളക്കുട്ടിയെ പിടിച്ച് വേലക്കാരനെ ഏൽപ്പിച്ചു. ഉടനെ അവൻ അത് പാകം ചെയ്യുവാൻ തുടങ്ങി. അബ്രാഹം വെണ്ണയും പാലും പാകം ചെയ്ത മൂരിയിറച്ചിയും അവരുടെ മുമ്പിൽ വിളമ്പി. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കെ അവൻ മരത്തണലിൽ അവരെ പരിചരിച്ചുകൊണ്ട് നിന്നു. അവർ അവനോട് ചോദിച്ചു, നിന്റെ ഭാര്യ സാറ എവിടെ? കൂടാരത്തിലുണ്ട്, അവൻ മറുപടി പറഞ്ഞു. കർത്താവ് പറഞ്ഞു, വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറായ്ക്ക് ഒരു മകനുണ്ടായിരിക്കും. അവന്റെ പിറകിൽ കൂടാരവാതിൽക്കൽ നിന്ന് സാറ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. ദൈവമായ കർത്താവിന് സ്തുതി. സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിന് ഒത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സഹോദരരെ, പൗലോസ്ലീഹ എഫേസസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഗുരുവായി ചോദിച്ചു. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ദൈവതിരുമനസ്സിനാൽ യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായി എഫേസസിലുള്ള വിശുദ്ധർക്ക് എഴുതുന്നത്. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു.
ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവുമനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മഴ പോലെ പെയ്യട്ടെ വസനം ഹൃദയവയലുകളിൽ, ഉണർവേക വിളവേക ഹൃദയവയലുകളിൽ. പോലെ പെയ്യട്ടെ വചനം ഹൃദയവയലുകളിൽ, ഉണർവേകാം വിളവേകാം ഹൃദയവയലുകളിൽ. സത്യവചനം തിരുവചനം മധുമഴയായി പൊഴിയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സത്യവചനം തിരുവചനം മധുമഴയായി പൊഴിയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. ക്രിസ്തുവിൻ്റെ പിറവി തിരുനാളിന് നമ്മൾ ഒരുങ്ങുന്ന കാലഘട്ടമാണ്. ഈ ദിവസങ്ങളെല്ലാം നമ്മൾ ശ്രവിച്ചതും ധ്യാനിക്കുന്നതുമെല്ലാം ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ അത് എങ്ങനെയുള്ളതാണ് എന്നും ആ തീരുമാനങ്ങളാണ് നമ്മുടേതിനേക്കാളും പ്രധാനമായിട്ടും നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കേണ്ടത് എന്നും സൂചിപ്പിക്കുകയാണ്. ആരൊക്കെ എപ്പോഴൊക്കെ അതിന് തടസ്സം വന്നിട്ടുണ്ടോ, അതിന് ശങ്കിച്ചിട്ടുണ്ടോ, തമ്പുരാൻ അവർക്ക് താക്കീതുകൾ കൊടുത്തിരുന്നു. അപ്രകാരമുള്ളൊരു താക്കീത് ലഭിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കപ്പെട്ട നിമിഷത്തിൽ ആ താക്കീത് പിൻവലിച്ച് ആ വ്യക്തിയെ അനുഗ്രഹിച്ച ആ വചനഭാഗമാണ് ഇന്ന് നമ്മൾ ശ്രമിക്കുക. ശ്രാപക യോഹന്നാൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് സക്രിയായ്ക്ക് സംസാരശേഷി വീണ്ടും കിട്ടുകയാണ്. ശ്രാപകന് യോഹന്നാൻ എന്ന് പേരിട്ട ആ നിമിഷത്തിൽ തന്നെ നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെ ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയുവാനും ആ ദൈവ ഇഷ്ടത്തിന് മുമ്പിൽ നമ്മൾ തടസ്സം പറയാതെ ശങ്കിച്ചു നിൽക്കാതെ പൂർണ്ണമായിട്ടും വിധേയപ്പെടുവാനായിട്ട് സമർപ്പിക്കുവാനായിട്ടുള്ള ആ നല്ല മനസ്സ് നമുക്കുണ്ടാവണം. വിധേയത്വ മനസ്സ് പ്രത്യേകിച്ചും ഈ കോവിഡിൻ്റെ ഈ പദ്ധതിയിലൂടെ കടന്നു പോകുമ്പോഴും ദൈവ ഇഷ്ടം തിരിച്ചറിയുവാനും ആ അനുഭവങ്ങളെല്ലാം നല്ല മനസ്സോടുകൂടി സ്വീകരിക്കുവാനും സാധിക്കട്ടെ. അതിനുള്ള കൃപ പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവചനം നമുക്ക് ശ്രമിക്കാം. 1-ാം അധ്യായം 57 മുതൽ 66 വരെയുള്ള തിരുവചനങ്ങൾ. എലിസബത്തിന് പ്രസവ സമയമായി. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അവളുടെ വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു. 8-ാം ദിവസം അവർ ശിശുവിൻ്റെ പരിച്ഛേദനത്തിന് വന്ന് പിതാവിൻ്റെ പേര് അനുസരിച്ച് സക്കറിയ എന്ന് അവന് പേര് നൽകുവാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ ശിശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവന് യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അവർ അവളോട് പറഞ്ഞു, നിന്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേര് ഇല്ലല്ലോ. ശിശുവിന് എന്ത് പേര് നൽകുവാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് അവൻ്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ച് ചോദിച്ചു. അവൻ ഒരു എഴുത്ത് പലക വരുത്തി അതിലെഴുതി, യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്. എല്ലാവരും അത്ഭുതപ്പെട്ടു. തൽക്ഷണം അവൻ്റെ വായി തുറക്കപ്പെട്ട് നാവ് സ്വതന്ത്രമായി. അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കുവാൻ തുടങ്ങി. അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി. യൂദയായിലെ മലനാട്ടിലെങ്ങും ഈ സംഗതികൾ സംസാര വിഷയമാവുകയും ചെയ്തു. കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരും എന്ന് ചിന്തിച്ചു തുടങ്ങി. കർത്താവിൻ്റെ കരം
അവനോട് കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായിക്കും സ്തുതി. ഇരിക്കുക. നാളുകൾക്ക് ശേഷം അഭിമന്യ പിതാവിൻ്റെ സർക്കുലർ ഇടയലേഖനം നമ്മൾ വായിച്ചു കേൾക്കുകയാണ്. ക്രിസ്തുമസുമായിട്ട് ബന്ധപ്പെട്ട സന്ദേശമാണ് അഭിമന്യ പിതാവ് നമുക്ക് നൽകുക. മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, വത്സര മക്കളെ, ഉണ്ണീശോയെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ നാം ഒരുങ്ങുന്ന സമയമാണല്ലോ ആഗമനകാലം അല്ലെങ്കിൽ മംഗളവാർത്തക്കാലം. ഈ വർഷം ബാഹ്യമായ ആഘോഷങ്ങൾക്ക് പരിമിതി ഉണ്ടെങ്കിലും ആന്തരികമായ ഒരുക്കത്തിന് ഒരു കുറവും വരുത്തരുത്. കോവിഡ് പോലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന ക്ലേശങ്ങൾക്കിടയിലും പ്രത്യാശയോടെ നാം ജീവിതയാത്ര തുടരുകയാണ്. ഏത് സാഹചര്യത്തിലും ദൈവം കൂടെയുണ്ട് എന്ന ഉറച്ച ബോധ്യമാണ് നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം. ദൈവം നമ്മോട് കൂടെ, എമ്മാനുവേൽ എന്ന ബോധ്യം നമ്മിൽ ആഴപ്പെടുവാൻ സഹായിക്കുന്ന സുവർണ അവസരമാണ് ആഗതമാകുന്ന ക്രിസ്തുമസ്. ദൈവം മനുഷ്യനായത് നമ്മോട് കൂടെ ആയിരിക്കുവാനാണ്. വേദനകളിലും കഷ്ടപ്പാടുകളിലും കൂടെ നടക്കുന്ന ദൈവത്തെ ഈശോയുടെ മനുഷ്യാവതാരത്തിലൂടെ നാം തിരിച്ച് അറിഞ്ഞു. മനുഷ്യാവതാരം ചെയ്ത ദൈവത്തോട് ഒത്തുള്ള ഒരു തീർത്ഥാടനമാണ് ക്രിസ്തീയ ജീവിതം. ഉണ്ണീശോയെ കാണുവാനായി യാത്ര ചെയ്തവരുടെ അനുഭവങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ക്രിസ്തുമസിനായുള്ള ഒരുക്കത്തിൻ്റെ ദിവസങ്ങൾ നമുക്ക് കൂടുതൽ അർത്ഥവത്താക്കാം. യഹൂദരുടെ രാജാവായി ജനിച്ചവനെ കാണുവാൻ ദൂരെ നിന്നും ജ്ഞാനികൾ നക്ഷത്രം കണ്ട് യാത്രയായി. അറിവിനും അധികാരത്തിനും സമ്പത്തിനും സുഖസൗകര്യങ്ങൾക്കും നികത്തുവാനാവാത്ത എന്തോ ഒരു കുറവ് അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടത് കൊണ്ടായിരിക്കണം അവർ ആ യാത്രയ്ക്ക് തയ്യാറായത്. നന്മ നിറഞ്ഞ ഹൃദയത്തോടെ ഇറങ്ങിത്തിരിച്ച അവർക്ക് സ്വർഗത്തിൽ നിന്നും ഉള്ള വെളിച്ചം നക്ഷത്രത്തിൻ്റെ രൂപത്തിൽ വഴികാട്ടിയായി. പ്രശ്നരഹിതമായ ഒന്നായിരുന്നില്ല ആ യാത്ര എന്ന് നാം ഓർക്കണം. ഇടയ്ക്ക് അവർക്ക് വഴി തെറ്റുന്നുണ്ട്. രക്ഷകനായി ജനിച്ച രാജാവിനെ അന്വേഷിച്ച് അവർ ഹെറോദസിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. ആത്മീയ യാത്രയിൽ സമ്പത്തിൻ്റെയും സുഖലോലുപതകളുടെയും അധികാരത്തിൻ്റെയും പ്രതീകമായ കൊട്ടാരം പലരെയും വഴിതെറ്റിച്ചിട്ടുണ്ട്. കൃത്രിമ വെളിച്ചത്താൽ പ്രകാശിതമായ കൊട്ടാരങ്ങളിൽ സ്വർഗത്തിൻ്റെ നക്ഷത്രത്തിന് എന്താണ് പ്രസക്തി? എന്നാൽ തങ്ങൾ അന്വേഷിച്ചവൻ പിറന്നിരിക്കുന്നത് രാജ കൊട്ടാരത്തിലല്ല, പുൽക്കൂട്ടിലാണ് എന്ന് ജ്ഞാനികൾ മനസ്സിലാക്കി. യാത്ര വീണ്ടും ബെത്ലഹേമിലേക്ക് ആയപ്പോൾ നക്ഷത്രം വഴികാട്ടിയായി അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. വഴിതെറ്റുമ്പോൾ ജീവിതത്തിൽ പരക്കുന്ന അന്ധകാരത്തിൽ നിന്നും പുറത്തു വരുവാൻ സ്വർഗീയ വെളിച്ചത്തിൻ്റെ നക്ഷത്രത്തിനായി തിരുസന്നിധിയിലേക്ക് നാം കണ്ണുകൾ ഉയർത്തണം. യേശുവിനെ ആരാധിക്കുവാനായി ഇറങ്ങിപ്പുറപ്പെട്ട പൂജ രാജാക്കന്മാരുടെ മനോഭാവം T.S. എലിയട്ടിൻ്റെ ദ ജേർണി ഓഫ് ദി മാഗി, പൂജ രാജാക്കന്മാരുടെ യാത്ര എന്ന കവിതയിൽ വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട്. ശൈത്യകാലത്തെ കഠിനമായ തണുപ്പ് ഏറ്റ് ക്ലേശിതരായി നടന്നു നീങ്ങുമ്പോൾ പിന്നിട്ട വഴിയിലേക്ക് നോക്കി അവർ ചോദിക്കുന്നു, ഇപ്രകാരം ഇറങ്ങി പുറപ്പെടുവാനായി എടുത്ത തീരുമാനം തെറ്റായിപ്പോയോ? ധൈര്യം സംഭരിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ വീടും ഭാര്യയും മക്കളുമൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ആ സുഖ സൗകര്യങ്ങൾ ഒക്കെ ഉപേക്ഷിച്ച് ഇറങ്ങിയത് തെറ്റായിപ്പോയോ എന്ന് വീണ്ടും അവർ സ്വയം ചോദിക്കുന്നു. എങ്കിലും പ്രതീക്ഷകൾ കൈവിടാതെ കഷ്ടതകൾ സഹിച്ച് ഉണ്ണി യേശുവിൻ്റെ മുമ്പിൽ എത്തിയപ്പോൾ ജനനവും മരണവും അവർ കണ്ടു എന്നാണ് കവിതയിൽ പറയുന്നത്. യേശുവിൻ്റെ ജനനത്തിന് സാക്ഷികളായപ്പോൾ യാത്രയിൽ അനുഭവിക്കേണ്ടി വന്ന ക്ലേശങ്ങളെല്ലാം അവർ മറക്കുകയാണ്. പഴയ മനുഷ്യൻ മരിച്ച് തങ്ങളിൽ പുതിയ മനുഷ്യൻ ജനിച്ചതായി അവർ അനുഭവിച്ചു. അന്വേഷിച്ചവനെ കണ്ടെത്തിയപ്പോൾ അവരുടെ ജീവിതത്തിൽ മാറ്റം വന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരു വഴിയിലൂടെയാണ് അവർ തങ്ങളുടെ സ്വന്തം ഇടങ്ങളിലേക്കുള്ള മടക്കയാത്ര നടത്തിയത്. ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർക്കും ഈ രക്ഷകൻ്റെ ജനനത്തെ സംബന്ധിച്ച് മാലാഖയുടെ അറിയിപ്പ് ലഭിച്ചു. വലിയ പാണ്ഡിത്യമോ സമ്പത്തോ ഇല്ലാതിരുന്ന സാധാരണക്കാരുടെ പ്രതിനിധികളായ അവരും മാലാഖ അറിയിച്ച സംഭവം കാണുന്നതിനായി ബെത്ലഹേമിലേക്ക് അതിവേഗം യാത്രയായി. തങ്ങളുടെ പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത ആ ഇടയന്മാർ സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് തിരിച്ചുപോയി. യേശു രക്ഷകരായി പറഞ്ഞത് സകല ജനത്തിനും വേണ്ടിയാണ്. ചെറിയവരും വലിയവരും അവനെ തേടിയുള്ള യാത്രയിലാണ്. ജീവിതയാത്രയിലെ ഈ വർഷം ലോകം മുഴുവൻ ആശങ്കകളുടെ കാലമായിരുന്നു. പലരും യാത്ര നിന്നുപോയി എന്ന് ഭീതിപ്പെട്ട കാലം. മാസ്കിൻ്റെ മറവിൽ എല്ലാം കൊണ്ടും ശ്വാസം മുട്ടിയ ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ പ്രതീക്ഷയുടെ തുരുത്തുകൾ സ്വപ്നം കാണുവാൻ ക്രിസ്മസ് നമ്മെ സഹായിക്കട്ടെ. അകലം പാലിക്കേണ്ടത് ശരീരം കൊണ്ട് മാത്രമാണ് എന്നും ഹൃദയങ്ങൾ ഏറെ അടുക്കേണ്ടത് ഉണ്ട് എന്നും
ഈ കാലഘട്ടം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുമസ് നക്ഷത്രം നമ്മുടെ വീടുകളിൽ തെളിയുമ്പോൾ ശരിയായ സന്തോഷത്തിൻ്റെ വെളിച്ചം നമ്മുടെ കുടുംബങ്ങളിൽ നിറയണം. അതിന് പരസ്പരം ബഹുമാനത്തിൻ്റെയും ക്ഷമയുടെയും പങ്കുവയ്ക്കലിൻ്റെയും ക്രിസ്തുമസ് നമുക്കുണ്ടാവണം. ജോലി നഷ്ടപ്പെട്ട് ബന്ധങ്ങൾ തകർന്ന് പ്രാർത്ഥിക്കുവാൻ പോലും ആകാത്ത ഒറ്റപ്പെട്ടവരിലേക്ക് ശ്രദ്ധയും കരുതലും നൽകുവാനുള്ള കാലമാണ് ഈ നോമ്പുകാലം. അസഹിഷ്ണുത, വെറുപ്പ്, പരിഹാസം, സ്വാർത്ഥത തുടങ്ങിയവയോട് നമുക്ക് അകലം പാലിക്കാം. സമൂഹ മാധ്യമങ്ങളുടെ അമിതമായ ഉപയോഗത്തിൽ തൊട്ട് അടുത്തുള്ളവനെ കാണാതെ പോകുന്ന അന്ധത നമുക്കിടയിൽ കടന്നു കയറുന്നുണ്ട്. ലോകം മുഴുവൻ നന്നാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മാതാപിതാക്കളുടെയും ജീവിത പങ്കാളികളുടെയും മക്കളുടെയും സഹോദരങ്ങളുടെയും അയൽക്കാരുടെയും കണ്ണുനീരും ഹൃദയവ്യഥകളും കാണാതെ പോകരുത്. തിരുക്കുടുംബത്തിൻ്റെ ജീവിതം ധ്യാനിക്കുമ്പോൾ കുടുംബത്തിൻ്റെ പവിത്രത സംരക്ഷിക്കേണ്ടതിൻ്റെയും സ്ത്രീകളെയും കുട്ടികളെയും ബഹുമാനിക്കേണ്ടതിൻ്റെയും ആവശ്യകത കൂടുതൽ ബോധ്യമാകുന്നു. സമൂഹത്തിന് നിസ്വാർത്ഥമായ സേവനം ചെയ്യുവാനുള്ള ഉത്തമ പൗരന്മാരെ വാർത്തെടുക്കേണ്ട ഇടം കുടുംബമാണ് എന്ന് നമുക്ക് മറക്കാതിരിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈയിടെ പ്രസിദ്ധീകരിച്ച നാം എല്ലാവരും സഹോദരർ എന്ന സാക്രിക ലേഖനത്തിലെ ചില ചിന്തകൾ ഇവിടെ പ്രസക്തമാണ്. മാർപ്പാപ്പയുടെ വീക്ഷണത്തിൽ ഹൃദയത്തിൽ മതിലുകൾ കെട്ടിപ്പൊക്കി മറ്റ് വ്യക്തികളുമായുള്ള സംസർഗം ഒഴിവാക്കി മതിലുകളുടെ ഒരു സംസ്കാരം വളർത്തുവാനുള്ള പ്രലോഭനം നമുക്ക് ചുറ്റുമുണ്ട്. ഇങ്ങനെ മതിലുകൾ പടുത്തുയർത്തുന്നവരാവട്ടെ തങ്ങൾ പണിത അതേ മതിലുകൾക്കുള്ളിൽ അടയ്ക്കപ്പെട്ട അടിമകൾ ആക്കപ്പെടുന്നു. മറ്റുള്ളവരുമായുള്ള സമ്പർക്കങ്ങൾ ഇല്ലാത്തതിനാൽ അവർ ചക്രവാളം ഇല്ലാത്തവരായി അവശേഷിക്കുന്നു. ഈ പ്രലോഭനത്തെ വിജയിക്കുവാൻ സ്നേഹത്തിൻ്റെ സാർവത്രിക തുറവി ഉണ്ടാകണമെന്നാണ് മാർപ്പാപ്പ സൂചിപ്പിക്കുന്നത്. നമ്മുടെ സുഹൃത്ത് വലയം വിപുലീകരിക്കണം. എന്നോട് അടുത്തവരെയും സ്നേഹവലയത്തിൽ ഞാൻ ഇതുവരെ ഉൾക്കൊള്ളിച്ചിട്ടില്ലാത്തവരെയും ഉൾച്ചേർക്കുവാനുള്ള പ്രവർത്തനങ്ങൾ വേണം. സഹനങ്ങളുടെ സന്ദർഭത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാതെ മറ്റുള്ളവരുടെ അടുത്ത് അണയുവാനും പരസ്പരം സ്വീകരിക്കുകയും കരുതുകയും ചെയ്യുന്ന സ്നേഹക്കൂട്ടായ്മ രൂപപ്പെടുത്തുവാനും സാധിക്കണം. സമൂഹത്തിൽ ഉൾച്ചേരാതെ ജീവിക്കുന്നവരുടെ സജീവ ഭാഗഭാഗിത്വം പൗരസമൂഹത്തിനും സഭാസമൂഹത്തിനും ഉറപ്പാക്കണം. ചുരുക്കത്തിൽ എല്ലാവർക്കും ഇവിടെ ഇടമുണ്ട് എന്ന സന്ദേശം ജീവിത ബന്ധങ്ങളിലൂടെ നൽകുവാൻ നമുക്ക് ആവണം. ഒരുപക്ഷെ ഇക്കൊല്ലം ക്രിസ്മസ് കരോൾ, പാതിര കുർബാന തുടങ്ങിയവ മുൻകാലങ്ങളിൽ എന്ന പോലെ നമുക്ക് സാധ്യമായി എന്ന് വരില്ല. സർക്കാർ നിർദ്ദേശിക്കുന്ന നിയന്ത്രണങ്ങൾക്കനുസൃതമായി തിരുക്കർമ്മങ്ങളും ആഘോഷങ്ങളും ക്രമീകരിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ജീവിതയാത്രയിൽ 2020 എന്ന വർഷം അവസാനിക്കുമ്പോൾ നമ്മുടെ പല തിരക്കുകളും ആഘോഷങ്ങളും തിരുനാളുകളും ആർഭാടങ്ങളും ആയിരുന്നു എന്ന തിരിച്ചറിവ് നമുക്ക് അനേകർക്ക് ഉണ്ടായിട്ടുണ്ട്. സന്തോഷം കണ്ടെത്തേണ്ടത് അവരവരുടെ ഉള്ളിൽ നിന്ന് ആണ് എന്നും അത് ചുറ്റുപാടുമുള്ള സമൃദ്ധിയുടെ സാഹചര്യങ്ങളിലല്ല, ഹൃദയത്തിലെ കൊച്ചു പുൽക്കൂട്ടിൽ ക്രിസ്തു പിറക്കുമ്പോഴാണ് എന്നും ഈ ക്രിസ്തുമസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ചിരാതുകൾ തെളിയിച്ച് ഉണ്ണി ഈശോയെ നമുക്ക് വീടിൻ്റെ അകത്തളങ്ങളിൽ സ്വീകരിക്കാം. ബൈബിൾ പാരായണത്തിനായി പ്രത്യേകം മാറ്റിവച്ചിരിക്കുന്ന ഈ ഡിസംബർ മാസത്തിൽ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ദൈവവചനം ധ്യാനപൂർവ്വം വായിക്കുവാൻ ശ്രദ്ധിക്കുമല്ലോ. അടുത്തു വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ സമ്മതിദാനാവകാശം ഉത്തരവാദിത്വത്തോടെ വിനിയോഗിച്ചു എന്ന് ഓർമ്മിക്കുന്നു. പുൽക്കൂട്ടിൽ പിറന്ന രക്ഷകനായ ഈശോ നിങ്ങളെ എല്ലാവരെയും സമാധാനത്തിനും ആരോഗ്യത്തിനും സംരക്ഷിക്കട്ടെ. പിറവി തിരുനാളിൻ്റെയും പൊതുപരിസരത്തിൻ്റെയും ആശംസകൾ സ്നേഹപൂർവ്വം ഏവർക്കും നേർന്നുകൊണ്ട് ആദ്യ ബിഷപ്പ് മാർ ആന്റണി കരിയിൽ, എറണാകുളം അങ്കമാലി മെത്രാപ്പൊലീത്ത അതിരൂപത, അങ്കമാലി അതിരൂപത. പ്രിയമുള്ളവരെ, അഭിമന്യ പിതാവിൻ്റെ ഔദ്യോഗികമായ ഇടയിൽ ലേഖനമാണ് നമ്മൾ വായിച്ചത്. ക്രിസ്തുമസിൻ്റെ സന്ദേശത്തിലൂടെ 2 തലങ്ങളിലായിട്ടുള്ള ആശയങ്ങളാണ് അഭിമന്യ പിതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുക. ഒന്ന് ആത്മീയ തലം, 2 ഭൗതിക തലം. ആത്മീയ തലത്തിൽ പിതാവ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു, ഭൗതിക തലത്തിൽ ഈ കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്ന ചില അകൽച്ചകൾ അകന്ന് നിൽക്കുക. പക്ഷേ അത് ആത്മീയ തലത്തിലേക്ക് വരരുത്, മറിച്ച് ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ ഭൗതികമായ അവസ്ഥയിലെ തലത്തിൽ മാത്രമേ അത് ആകാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ ഈ ശാരീരികമായ അകലങ്ങൾ അത് നമുക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടാണത്. പരസ്പരം അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക, അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിക്കുക, ഇതൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ അനാവശ്യമായ യാത്രകളും അലച്ചിലുകളും ഒക്കെ ഒഴിവാക്കുക. ഇതൊക്കെ നമുക്ക് ഒരുപക്ഷെ മനുഷ്യൻ്റെ പരസ്പരമുള്ള അകലം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അത് നമുക്ക് നന്മയ്ക്ക് ഉപകാരപ്പെടുന്നതാണ്. മറിച്ച്
ആത്മീയ തലത്തിൽ നമ്മൾ ഒരിക്കലും അകലം ഉണ്ടാവരുത്. ദൈവവുമായിട്ടും സഹോദരങ്ങൾ തമ്മിൽ ഹൃദയത്തിലുള്ള സ്നേഹത്തിൻ്റെ അകർച്ചയും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത് എന്നുകൂടി ഈ ഇടയലേഖനത്തിലൂടെ സന്ദേശത്തിലൂടെ പിതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഈ സാഹചര്യം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ ആത്മീയമായ ശുശ്രൂഷകൾ അതിൽ പങ്കുചേരാൻ നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. എങ്കിലും അതുമൂലം നമ്മൾ ക്രമേണ ഇങ്ങനെയുള്ള മേഖലകളിൽ അകന്നു പോവുകയല്ല, അല്ലെങ്കിൽ തീക്ഷ്ണത നഷ്ടപ്പെടുത്തി കളയുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. മറിച്ച് കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കുവാനായിട്ട് ഒരുപക്ഷെ ഈ ലോകത്തിൻ്റെതായ ആകർഷണങ്ങളിലൂടെ നമ്മൾ അടുത്തു ചേരുന്നതിനെ ഒഴിവാക്കിക്കൊണ്ട് ആത്മീയ തലത്തിൽ ദൈവത്തോട് തമ്പുരാനോട് കൂടുതൽ അടുക്കുവാനായിട്ട് നമുക്ക് കഴിയണമെന്നുള്ളതാണ്. അങ്ങനെ ദൈവത്തോട് നമ്മൾ അടുത്ത് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ദൈവത്തിൻ്റെ സ്നേഹ അനുഭവം നമുക്ക് ഉൾക്കൊള്ളുവാനും ആ സ്നേഹം നമ്മുടെ സഹോദരങ്ങളിലേക്ക് പങ്കുവയ്ക്കുവാൻ നമുക്ക് സാധിക്കും. മറ്റുള്ളവരുടെ വേദനകൾ പങ്കുചേരാനായിട്ട് നമുക്ക് സാധിക്കും. അവരെ നമ്മളാൽ പറ്റുന്ന വിധത്തിൽ അവർ സഹായിക്കുവാനുള്ള നല്ല മനോഭാവം, അത് നന്മയുടെ ഹൃദയം നമുക്ക് സൃഷ്ടിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് അപ്രകാരമുള്ള ഒരു ആത്മീയ ഒരുക്കത്തിലൂടെ കർത്താവിൻ്റെ പിറവി തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. തീർച്ചയായിട്ടും നമുക്കറിയാം, സർക്കാരിൻ്റെതായ ചില നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ പരിമിതികൾ ഒക്കെ ഉണ്ട്. അതുമൂലം നമുക്ക് ആഘോഷമായിട്ടുള്ള ക്രിസ്മസ് അല്ലെങ്കിൽ പിറവി തിരുനാൾ ആഘോഷങ്ങളൊക്കെ നമുക്ക് നടത്താൻ സാധിക്കില്ല. എങ്കിലും നമുക്ക് ആത്മീയ തലത്തിൽ, പ്രത്യേകിച്ചും ആത്മീയ തലത്തിൽ നമുക്ക് ഉപസാരിച്ച് വാസീകരിക്കുവാനും പോലും ഇപ്പോൾ സാധിക്കാത്ത അവസ്ഥയിലാണ്. പക്ഷേ എങ്കിലും നമുക്ക് ഹൃദയത്തിൽ തമ്പുരാനെ സൂക്ഷിച്ചുകൊണ്ട് ആ തമ്പുരാനുമായിട്ടുള്ള ഐക്യത്തിലും സ്നേഹത്തിലും നമുക്ക് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പ്രാർത്ഥനയിലൂടെ എപ്പോഴും തമ്പുരാനുമായിട്ടുള്ള ആ സംഭാഷണം, ആ അടുപ്പം നിലനിർത്തിക്കൊണ്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും, പ്രത്യേകിച്ച് പുൽക്കൂട്ടിൽ പൂജാതനാകുന്ന ആ ഉണ്ണീശോ നമ്മുടെ എല്ലാവരുടെയും വേദനകളും സഹനങ്ങളും നമ്മുടേതായ എല്ലാ നമ്മെ പദ്ധതിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന എല്ലാ അനുഭവങ്ങളെയും സ്വീകരിക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മെല്ലാവരെയും അവിടുത്തെ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുവാൻ വളരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. എല്ലാ കുടുംബങ്ങളെയും ഉണ്ണീശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ആദത്തിന്റെ പാപം മൂലം അതമ്പതിച്ച് മനുഷ്യർക്ക് രക്ഷകനായി വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായെ, ഞങ്ങൾക്ക് പാപമോചനവും രക്ഷയും നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പൂർവ്വപിതാക്കന്മാർ പ്രത്യാശയോടെ പാർത്തിരുന്ന മിശിഹായെ, കൃപാവരങ്ങൾ നൽകി തിരുസഭയെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. മനുഷ്യോദ്ധാരം വഴി ഞങ്ങളുടെ നിത്യപുരോഹിതനായ മിശിഹായെ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവന പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ ദ്രൗതാധ്യക്ഷനായ മാർ ആന്റണി കരിൽ മെത്രാപ്പൊലീത്തായെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പൂർവ്വപിതാക്കന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും രക്ഷകനായ മിശിഹായെ സ്വീകരിക്കുവാൻ ജനഹൃദയങ്ങളെ സജ്ജമാക്കിയ കർത്താവേ, ഈ മംഗളവാർത്ത കാലത്തിൽ അങ്ങ് തന്നെ ഞങ്ങളുടെ ഹൃദയത്തെ ഒരുക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സ്വർഗത്തിന്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരുവാൻ മനുഷ്യനായി അവതരിച്ച മിശിഹായെ, നിന്റെ ആഗമനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. മനുഷ്യാവതാരം വഴി മനുഷ്യവംശത്തെ മഹത്വമടിച്ച മിശിഹായെ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിത്യസ്നേഹ ചൈതന്യത്താൽ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, തികഞ്ഞ പ്രത്യാശയോടുകൂടി അങ്ങയുടെ തിരുക്കുമാരൻ്റെ പിറവി തിരുനാളിന് ഒരുങ്ങുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങേക്ക് പ്രിയങ്കരമായവ മാത്രം ചെയ്യുവാനും ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മിശിഹായ്ക്ക് വഴിയൊരുക്കുവാനും സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറകഴുകി കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം
തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ ആരാധ്യമായ തൃത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരം സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മിശിഹയുടെ മഹത്വമേറിയ രണ്ടാമത്തെ ആഗമനം മരസിദ്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ബലി അർപ്പിക്കപ്പെടണം എന്ന കൽപ്പന അനുസരിച്ച് വിശുദ്ധ ബലിപീഠത്തെ ബലി സജ്ജീകരിക്കപ്പെടുന്നു. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. താതനും അതുപോലാത്മജനും ദിവ്യറുഹായിക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാറിയൗസേപ്പിനെയും സാദരമൂർത്തിയുടെ പാവനമീ ബലിയിൽ ആദിയിലെ പോലെന്നേക്കും ആമേനാമേ. സുതനുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കും. നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിനും ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസമയമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമ്മൾക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയൽ പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിനെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസയും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുഷ്ഠ പറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നമ്മൾ ഒരുമിച്ചർപ്പിക്കുന്ന ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാനയെ അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്തിൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്നങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. പരസ്പര സമാധാനം ആശംസിക്കുന്നു. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ക്രോഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ.
മഹത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവപിതാവാം ഇസ്ഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലി അർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും അലസതയിലും വിദ്വേഷത്തിലും ആത്മീയ ബന്ധനങ്ങളിലും നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ വിശുദ്ധ കുർബാന വിശുദ്ധിയോടും വിശ്വാസത്തോടും കൂടെ അങ്ങേക്ക് അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. പരിശുദ്ധരും രൂപകളുമായ കൃപന്മാരോടും സർപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നിച്ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ഓശാന ഓശാന രാജാധിരാജാ, ഓശാന ഓശാന രാജാധിരാജാ. ഓശാന ഓശാന രാജാധിരാജാ, ഓശാന ഓശാന രാജാധിരാജാ. പരിശുദ്ധൻ 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 കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, ഉന്നതവേദിയിൽ ഓശാന, ദാവീദിൻ സുതൻ ഓശാന. ഓശാന 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 ഓശാന. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താലൂറ്റി കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇതാ
പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരം ആകുന്നു. നിങ്ങളെല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, അപ്രകാരം തന്നെ കാശയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്ത്, ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തം ആകുന്നു. നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവിനാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാന ആചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനായ മാർ ജോർജ് ആനന്ദി ശ്രേഷ്ഠമത്തേക്കും അതിരുപതാധ്യക്ഷനായ മാർ ആന്റണി കരിയിൽ മെത്രാപ്പൊലീത്തയ്ക്കും മറ്റുള്ള പിതാക്കന്മാർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, മിഷനറിമാർ, സന്യാസിമാർ, അൽമായ പ്രേക്ഷിത സാമൂഹിക പ്രവർത്തകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, ആതുര ശുശ്രൂഷ മാതാപിതാക്കന്മാർ, യുവാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന സ്വദേശത്തും വിദേശങ്ങളിലുമുള്ള നാനാജാതി മതസ്ഥരായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്നകളുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നദ്ധിയിൽ പ്രീതജനകമായി വിതരണമത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. അവശ്യരും ക്ലേശതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയിട്ടുള്ള എല്ലാ മരിച്ചുപോയവർക്ക് വേണ്ടിയും ലോകമെങ്ങുമുള്ള കോവിഡ് രോഗികളെയും മറ്റുള്ള രോഗികളെയും നമുക്ക് സമർപ്പിക്കാം. അവരെ ശുശ്രൂഷിക്കുന്ന ആതുര ശുശ്രൂഷകന്മാർ, പൊതുപ്രവർത്തകരെല്ലാവരും ഓർക്കാം. ഒപ്പം കോവിഡ് രോഗം മൂലവും മറ്റുള്ള രോഗങ്ങളാലുമൊക്കെ മരണമടഞ്ഞു പോയവരെയും നമുക്ക് പ്രത്യേകമായിട്ട് ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും പ്രത്യേകമായി ഞങ്ങളുടെ കുടുംബത്തിലെ മറ്റെല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടിയും ഇന്നേ ദിവസം ജന്മദിനം ആഘോഷിക്കുന്നവർക്കും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്കും എല്ലാവരുടെയും നിയോഗങ്ങൾക്കും അയോഗ്യനായ എനിക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കരങ്ങൾ കോപ്പി ശിരസ് കുനിച്ച പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായി നിറവനായി ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പാപവസ്തുക്കളെ തിരിച്ചറിയുവാനും അയോഗ്യത വർദ്ധിപ്പിക്കുവാനും പാപബോധം നമുക്ക് നൽകുന്നത്. ആത്മാവോട് പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ വരദാനങ്ങളാൽ, ഫലങ്ങളാൽ, കൃപകളാൽ നിറച്ച് ഞങ്ങളെല്ലാവരുടെയും ജീവിതങ്ങളെ, ഹൃദയങ്ങളെ വിശദീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ ജീവിതത്തെ ലക്ഷ്യമാക്കിയുള്ള ഞങ്ങളുടെ ഈ ലോക ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഈ ലോകത്തിൻ്റെതായ ആകർഷണങ്ങൾ, പാപത്തിൻ്റെ തിന്മയുടെ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും അകന്ന് പ്രീതികരമായ വിധം ജീവിതം നയിക്കുവാനായിട്ട് ഈശോയെ അനുഭവിക്കുമ്പോൾ ആ അനുഭവത്തിൽ നിന്നും പഴയ തെറ്റായ ജീവിതത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് ഭൂതരാജാക്കന്മാർ ഈശോയെ കണ്ട് ആരാധിച്ച് മടങ്ങിപ്പോയപ്പോൾ വേറെ വഴിക്ക് പോയതുപോലെ വിശുദ്ധമായ ജീവിതം നയിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ എന്ന് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന്
അങ്ങേ ദാസരുടെ കൃപാനയിലൂടെ ആവസിച്ച് തന്നെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്ക് പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിന് നവമായ ജീവിതത്തിനും കാരണമാവട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട് ദയ തോന്നണമേ. അങ്ങയുടെ കാൻസിനനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചിടണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങയ്ക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം ഭക്ഷിക്കുന്നവർ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഈ ലോക പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടിതാ, ഈ ഭൂവിന ദൈവം നൽകും ജീവന്റെ അപ്പമീതാ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. തമ്പുരാന്റെ വലിയ സ്നേഹത്തെ നമ്മൾ അനുഭവിക്കാൻ ഒരുങ്ങുകയാണ്. ഈശോ ഇതാ വിശുദ്ധ കുർബാനയായി സ്വയം എളിമപ്പെടുത്തിക്കൊണ്ട് ദിവ്യകാഠ്യമായി മാറിക്കൊണ്ട് നമ്മളോടുള്ള സ്നേഹത്താൽ തുടിച്ച് ബഹുദൈവത്തിലേക്ക് നിന്ന് വരുവാനായിട്ട് ഇതാ കർത്താവ് കാത്തിരിക്കുന്നു. കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് വിശദീകരിക്കപ്പെട്ട ഹൃദയത്തിലേക്ക് ഈശോ സ്വീകരിക്കുവാൻ നമുക്കിപ്പോൾ ഈ സാഹചര്യം അനുവദിക്കുകയില്ല. അതിനാൽ തന്നെ സഭയിൽ പ്രത്യേകമായ അനുവാദത്തോടെ അധികാരത്തോടെ അനുതാപത്തിൻ്റെ ചൈതന്യത്തോടുകൂടി നമ്മുടെ എല്ലാ തെറ്റുകളും നമ്മുടെ സംസാരത്തിനും പെരുമാറ്റത്തിനും ചിന്തകളിലും വന്നു എല്ലാ തെറ്റുകൾക്കും പ്രത്യേകിച്ചും സഹോദര സ്നേഹത്തിന് പരസ്നേഹത്തിനെതിരായിട്ട് വന്നു എല്ലാ തെറ്റുകൾക്കും തമ്പുരാനോട് ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിച്ച മാപ്പ് ചോദിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തിലേക്ക് ഈശോയെ നമുക്ക് സ്വീകരിക്കാം. കർത്താവ് തൻ്റെ ശിശുമാരെ പഠിപ്പിച്ച ആ പ്രാർത്ഥനയും നമുക്ക് ഏറ്റുചൊല്ലി ഹൃദയത്തെ ഈശോയെ സ്വീകരിച്ച് അവിടുത്തെ സമാധാനം സ്വീകരിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മാധവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാ പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുവിൻ. കർത്താവായ ദൈവം മനുഷ്യ സ്വഭാവം സ്വീകരിച്ച് നന്മയുള്ളവനായി തന്റെ ശരീരം രക്തവും ദാനം ചെയ്തുകൊണ്ട് അവിടുന്ന് നമ്മെ തന്റെ മഹത്വത്തിൽ പങ്കുകാരാക്കി. ഈ മഹാദാനം സ്നേഹപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് നല്ലവനായ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം.
നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ പ്രസാദപരം അവിടുത്തെ കാരുണ്യത്താലും എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവെ, നിന്റെ ശരീര രക്തവും നീ ഞങ്ങൾക്ക് ഭക്ഷണമായി നൽകി. നിന്റെ രാജ്യത്തിലേക്ക് നീ ഞങ്ങളെ ക്ഷണിക്കുകയും ചെയ്തു. വിശുദ്ധ കുർബാനയിൽ ഇപ്പോൾ ഇവിടെ സന്നിഹിതരല്ലാത്തവർക്ക്, ഭവനങ്ങളായിരിക്കുന്നവർക്ക് നേരിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല. എങ്കിലും ആഗ്രഹത്താലുള്ള ആ രൂപയിലുള്ള ദിവ്യകാരുണ്യം സ്വീകരിക്കുവാൻ സാധിക്കും. ചൊല്ലിത്തരുന്ന പ്രാർത്ഥനകൾ അവരെ ഏറ്റുചൊല്ലിക്കൊണ്ട് ആ രൂപയിലുള്ള ദിവ്യകാരുണ്യത്തെ അവർക്ക് സ്വീകരിക്കാം. എൻ്റെ ഈശോയെ, അങ്ങ് ഈ ദിവ്യകൂദാശയിൽ സന്നിഹിതനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ എനിക്കിപ്പോൾ സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ സന്നിഹിതനാണ് എന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈശോയുടെ ശരീരവും രക്തവും കടകട ബുദ്ധിക്കും തത്വജീവനം കടമായി തീരട്ടെ. ആമേൻ. നാവിലലിയാനായി വന്നിടുന്നു. ആദരവോടെ ആനന്ദഗീതം പാടി അകതാരിൽ നാഥനെ വരവേറ്റിടാം.
മാലാഖവൃന്ദം നിരനിരയായി വാഴ്ത്തി സ്തുതിക്കുന്നു നിന്നെ. ഹല്ലേലൂയ. മണ്ണിൽ ആത്മനിറവാ മക്കളാം ഞങ്ങളും പാടും നിദാദരവാ. പ്രിയമുള്ളവരെ, ഏതാനും കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയുവാനുണ്ട്, അല്ലാതെ അറിയിക്കുവാനുണ്ട്. ആദ്യമായിട്ടൊരു കാര്യം മറന്നു പോകുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞോട്ടെ, ചെരുപ്പുകൾ ഇടുന്ന കാര്യത്തെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ വിജയൊന്ന് പറയുകയായിരുന്നു. ഫ്രണ്ടിൽ എല്ലാവരും ചെരുപ്പ് കൂട്ടിയിട്ടിരിക്കുക. ദൈവം ചെയ്തത് അങ്ങനെ ഇടല്ലേ, ദൈവം ചെയ്ത് ബുദ്ധിമുട്ടുണ്ടാക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ആദ്യത്തെ വരുന്നവർ അത്രയും ശ്രദ്ധിക്കുന്നുണ്ടാവും, പക്ഷെ അവർ ഇട്ടിട്ട് പോകും. പക്ഷെ പിന്നീട് വരുന്നവരാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കരുത്. എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, എല്ലാ ദിവസവും തന്നെ പറയുന്നുണ്ട് ഇത്. അപ്പോൾ അതുകൊണ്ട് ദൈവം ചെയ്ത് ചെരുപ്പ് നിങ്ങൾ പിന്നെ പുറകെ വരുന്നവർ നോക്കണം. ഞാൻ ഇടാൻ പോകുന്നിടത്ത് വേറെ ചെരുപ്പിൽ കിടപ്പുണ്ടോ, ഉണ്ടെങ്കിൽ ഞാനും പറയും, ഇഷ്ടംപോലെ പറമ്പിൽ ഇഷ്ടംപോലെ നമ്മുടെ മുറ്റത്തൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്, എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കൊണ്ടുപോയിടുക. ഒരു 1.5 മീറ്ററെങ്കിലും ഏറ്റവും കുറഞ്ഞത് അകലം അത് നിർബന്ധമാണത്. കാരണം 3 കാര്യങ്ങളാണ് നിർബന്ധമായിട്ട് ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്ന് മാസ്ക്, പിന്നെ ഈ പറഞ്ഞതുപോലെ അകലം, പരസ്പരമുള്ള ശാരീരികമായ അകലം, പിന്നെ നമ്മൾ പള്ളിയിലേക്ക് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ചെരുപ്പ് പുറത്തിടുന്നത്. കാരണം ഫ്രണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റോഡിൽ പോകുന്നവർക്ക് കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് സ്ക്വാഡാണ് ഇപ്പോൾ വരുന്നത്. നമുക്ക് അറിയത്തില്ല ആരാണ് എപ്പോഴാണ് വരുന്നതെന്ന്. സ്ക്വാഡ് എപ്പോഴും വരും. ഇവിടെ 2 ദിവസം വന്ന് കഴിഞ്ഞ് വരെ ലിസ്റ്റൊക്കെ നോക്കാനായിട്ട്. ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി, നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്ന അങ്ങനെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് തരുന്ന നിർദ്ദേശം നമ്മൾ കൃത്യമായിട്ട് പാലിക്കുക. അത് നമ്മുടെ തന്നെ സ്വരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ അത്. അപ്പോൾ മറ്റുള്ളവർ അങ്ങനെയല്ലേ ഇങ്ങനെയൊക്കെയല്ലേ, അവിടെ ഇതൊന്നും നിർബന്ധം പിടിക്കുന്നില്ലല്ലോ, ശ്രദ്ധിക്കുന്നില്ലല്ലോ. നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. അത് നമ്മുടെ സ്വരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അത് ഞാൻ മറന്നു പോകുന്നതിന് മുമ്പ് ഒന്ന് ഓർമ്മിച്ചു മാത്രമേ ഇപ്പോൾ എൻ്റെ അടുത്ത് അത് ഓർമ്മപ്പെടുത്തിയതുകൊണ്ട്. രണ്ടാമത്തെ കാര്യം, കുർബാന കഴിയുമ്പോഴത്തേക്ക് ഇനിയുള്ള ഞായറാഴ്ചകളിൽ നമുക്കറിയാം മരണാനന്തര സഹായ സംഘത്തിൻ്റെ അംഗങ്ങൾ 3-4 പേരോളം മരിച്ചു പോയിട്ടുണ്ട്. നമ്മൾ ഈ ലോക്ക്ഡൗൺ കാലഘട്ടങ്ങളിൽ. അപ്പോൾ നമ്മൾ അതിൻ്റെ പിരിവ് നടത്താൻ സാധിച്ചിട്ടില്ല. ഇനി ഒരാൾ മരിച്ചാൽ നമുക്ക് അവർ കൊടുക്കേണ്ടതായ വിഹിതം നമ്മളിപ്പോൾ എമൗണ്ട് കൂട്ടിയിട്ടുണ്ടല്ലോ, 7,000 രൂപയോളം നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ. അപ്പോൾ നമ്മൾ കൊടുക്കാനായിട്ട് അവർക്ക് പക്ഷേ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഞായറാഴ്ചകളിലൊക്കെ 2 കുർബാനയ്ക്കും കഴിയുമ്പോഴത്തേക്ക് ഭാരവാഹികളവിടെ പിരിവിനായിട്ട് അല്ലെങ്കിൽ കളക്ഷന് വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. ദൈവചേത കൊടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ആരെങ്കിലുമൊക്കെ കുടിശ്ശികകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് ആ മെമ്പർഷിപ്പ് പുതുക്കാനും കൂടി ശ്രമിക്കുക. ഭാരവാഹികളുമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ പങ്കുവയ്ക്കുക. മറ്റ് ഏതാനും കാര്യങ്ങൾ നമുക്കറിയാം. 2021 അടുത്ത വർഷം ഫ്രാൻസിസ് മാർപ്പാപ്പ, നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ, ഔസപിതാവിൻ്റെ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 15ാം വാർഷികമാണ് അടുത്ത വർഷം 2021 വരുമ്പോഴത്തേക്ക് 15ാം വാർഷികമായിട്ട് അത് ആഗോള സഭയിൽ ആഘോഷിക്കുവാനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സഭയുടെ ആഗോള സഭയുടെ മധ്യസ്ഥനായിട്ടാണ് വിശുദ്ധ പിതാവിനെ മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പശ്ചാത്തലയെപ്പോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് അടുത്ത വർഷം കൂടുതൽ ഔസപിതാവിനോട് പ്രാർത്ഥിക്കുവാനും മധ്യസ്ഥ പ്രാർത്ഥിക്കുവാനും ആ ജീവിതത്തെക്കുറിച്ചൊക്കെ കൂടെ ധ്യാനിക്കുവാനും സാധിക്കട്ടെ. അതുപോലെ തന്നെ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നൊരു കാര്യം, നമ്മുടെ ഇടവകയിൽ നിന്നും നമ്മുടെ അതിരൂപത തലത്തിൽ നടത്തപ്പെട്ട കാറ്റഗറിസ് ഡിപ്പാർട്ട്മെൻറ്റ്, എവാഞ്ചലൈസേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ മെഗാ ഗോസ്പൽ ക്വിസ്, ബൈബിളിൽ നിന്നുള്ള ഒരു ക്വിസ് ഉണ്ടായിരുന്നു. ഡിസംബർ 5-നാണ് അത് ആരംഭിച്ചത്. 5 എപ്പിസോഡുകളാണ്. അതിൽ ഏതാണ്ട് 3000 പേരോളം അതിൽ പങ്കെടുത്തിരുന്നു. അതിൽ നിന്നും 53 പേരാണ് 20 മാർക്കും വാങ്ങിച്ച് വിജയികളായിട്ടുള്ളവർ. അപ്പോൾ ഒരേ മാർക്ക് കിട്ടിയവർ ഒന്നിലധികം വന്നതുകൊണ്ട് നറുക്കിട്ട് ആണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡും സമാന അർഹരായിട്ടുള്ള വിജയികൾ തീരുമാനിച്ചത്. അങ്ങനെ നറുക്കും കൂടി ഇട്ട് കിട്ടിയ വ്യക്തികളിൽ നിന്ന് 3ാമത്തെ സമ്മാനം നമ്മുടെ ഇടവകയിലെ കുടുംബത്തിലെ അംഗമായ നമ്മുടെ മാവുങ്കൽ ഏഞ്ചൽ മരിയ ഷാജി മാവുങ്കലാണ് ലഭിച്ചിട്ടുള്ളത്. മകളെ പ്രത്യേകമായിട്ട് ഇടവക സമൂഹത്തിൻ്റെ അവിടെയും പേരിൽ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. അവരുടെ മകളുടെ മാതാപിതാക്കന്മാരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ
സൺഡേ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം 10ാം ക്ലാസ്സിലും ഡിപ്ലോമ 1ഉം 2ഉം വർഷങ്ങളിൽ പഠിക്കുന്നവർക്കും അവരുടെ വാർഷിക പരീക്ഷയാണ് ജനുവരി മാസം 31-ാം തീയതിയാണ്. അവരുടെ ബന്ധപ്പെട്ട ടീച്ചേഴ്സ് അവരുടെ ഈ കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ ഇപ്പോഴത് അറിയിക്കുന്നതുകൂടി. കൂടാതെ ഗ്രൂപ്പിൽ അതിൻ്റെ മെസ്സേജ് ഇട്ടിട്ടുമുണ്ടായിരുന്നു. കുട്ടികളത് കണ്ട് മനസ്സിലാക്കി കാണണം. അതനുസരിച്ച് പരീക്ഷയ്ക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുകയും ഒരുങ്ങാനും ശ്രദ്ധിക്കണമെന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ മറ്റ് ക്ലാസ്സുകൾ പഠിക്കുന്നവർക്ക് 1 മുതൽ 9 വരെ ക്ലാസ്സുകൾ പഠിക്കുന്ന കുട്ടികളുടെ വാർഷിക പരീക്ഷ ഫെബ്രുവരി മാസത്തിൽ 31-ാം തീയതിയാണ് എന്ന കാര്യവും ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി മറ്റുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ വിശദമായിട്ട് കാര്യങ്ങൾ പിന്നീട് നിങ്ങളെ അറിയിക്കുന്നതുമാണ്. നമുക്കറിയാം ലോക്ക്ഡൗൺ കാലഘട്ടം കോവിഡിൻ്റെ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ വാർഷികാഘോഷങ്ങൾ അത് യൂണിറ്റ് തലത്തിൽ ആയിരുന്നു കൊല്ലം നടക്കേണ്ടിയിരുന്നത്. അതുപോലെ തന്നെ സൺഡേ സ്കൂളിൻ്റെയും വാർഷികം നമ്മൾ നടത്താൻ സാധിച്ചില്ല. അപ്പോൾ ഈ വാർഷിക അവസരങ്ങളാണ് സമ്മാനങ്ങൾ കൊടുക്കുക. ആ വർഷത്തെ സമ്മാനങ്ങൾ കൊടുക്കുന്നത് നമുക്ക് 1ാം സമ്മാനം സ്റ്റഡി പരീക്ഷ മാത്രമേ കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. പിന്നീട് നിരോധനാജ്ഞ വന്നതുകൊണ്ട് 144 പ്രഖ്യാപനം ഉണ്ടായതുകൊണ്ട് നമുക്ക് സാധിച്ചില്ല കൂടാനായിട്ട്. അപ്പോൾ ആ സമ്മാനം കൊടുത്തിട്ടില്ല. എങ്കിലും ഇപ്പോൾ അതെല്ലാം അയവ് വന്ന സ്ഥിതിക്ക് നിരോധനാജ്ഞ എല്ലാം പിൻവലിക്കപ്പെട്ട സാഹചര്യത്തിൽ അടുത്ത ഞായറാഴ്ച, അതായത് 20-ാം തീയതി അടുത്ത ഞായറാഴ്ച രാവിലെ പതിവുള്ള 6:45-ൻ്റെയും 8:30-ക്കുമുള്ള കുർബാന യൂണിറ്റ് അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അടുത്ത ഞായറാഴ്ച 6:45 കുർബാനയ്ക്ക് വരേണ്ടത് 1, 2, 3, 4 യൂണിറ്റുകളിൽ ഉൾപ്പെട്ടവരാണ്. രണ്ടാമത്തെ കുർബാനയ്ക്ക് 5, 6, 7, 8 അങ്ങനെ 4 യൂണിറ്റുകൾ റിവേഴ്സ് ഓർഡറിൽ അങ്ങനെ മാറി മാറിയാണ് നമ്മൾ ഒന്നിടവിട്ടുള്ള ആഴ്ചകളിൽ വരുന്നത്. എല്ലാവരും തന്നെ എല്ലാ യൂണിറ്റുകാർക്കും വരാൻ പറ്റുന്നുണ്ട്. ഓരോ യൂണിറ്റുകളിൽ 20 പേരാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അത് യൂണിറ്റ് ഭാരവാഹികൾ ക്രമീകരിക്കുക. അപ്പോൾ അടുത്ത ഞായറാഴ്ച ഈ 2 കുർബാന കൂടാതെ കുട്ടികൾക്ക് വേണ്ടി മാത്രം എന്ന് പറയുമ്പോൾ ഈ സമ്മാനത്തിന് അർഹരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് ഏതാണ്ട് 150 പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് മാത്രമായിട്ട് അടുത്ത ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് ഒരു കുർബാന കുട്ടികൾക്കായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ മറ്റുള്ള കുർബാനയ്ക്ക് വരേണ്ട ആവശ്യമില്ല. കുട്ടികൾ മാത്രം ആ 4 മണിക്കുള്ള കുർബാനയ്ക്ക് കുട്ടികൾ വരിക. ഈ സമ്മാനാർഹരായിട്ട് കുട്ടികൾ മാത്രം. അപ്പോൾ ആർക്കൊക്കെയാണ് സമ്മാനം എന്നുള്ളത് ലിസ്റ്റ് അതിൻ്റെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എല്ലാ യൂട്യൂബിലെയും ഗ്രൂപ്പുകൾ ഇട്ടിരുന്നു, കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു. അത് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ മാസ്റ്ററെ വിളിച്ച് ചോദിക്കുക, എനിക്കുണ്ടോ അല്ലെങ്കിൽ ആർക്കൊക്കെ ഉണ്ടോ അതൊന്ന് ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധപ്പെട്ട ടീച്ചേഴ്സിലാണെങ്കിലും അറിയാൻ സാധിക്കും ഒരു പക്ഷേ. അപ്പോൾ അതുകൊണ്ട് അത് നോക്കി ആ കുട്ടികൾ മാത്രം. പിന്നെ 1 മുതൽ 4 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ 10 വയസ്സ് താഴെയുള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ള 10 വയസ്സ് താഴെയുള്ള കുട്ടികൾ വരേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർക്ക് പകരം അവരുടെ മാതാപിതാക്കന്മാർ ആരെങ്കിലും ബന്ധപ്പെട്ടവർ, വീട്ടിൽ നിന്നുള്ളവർ, 10 വയസ്സ് മുകളിലേക്കുള്ള പ്രായമുള്ളവർ ആരെങ്കിലും വരാനായിട്ട് ശ്രമിക്കുക. ഒരു കാരണവശാലും 10 വയസ്സ് താഴേക്കുള്ള കുട്ടികൾ ആ ദിവസം വരേണ്ട ആവശ്യമില്ല, വരരുത്. അവരുടെ മാതാപിതാക്കന്മാരാണ് വരേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ എല്ലാവരും അടുത്ത ഞായറാഴ്ച അത് ഏത് കുർബാനയ്ക്കും കുർബാനയുടെ സമയത്തിന് അരമണിക്കൂർ മുമ്പ് പള്ളിയിലെത്തണം. അത് ഞായറാഴ്ച ഏത് ദിവസമാണെങ്കിലും, കാരണം രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്, സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് അരമണിക്കൂർ അല്ലെങ്കിൽ 15 മിനിറ്റ് നിർബന്ധമായിട്ട് 15 മിനിറ്റ് മുമ്പെങ്കിലും വന്നിരിക്കണം. ഇവിടെ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്, ടെമ്പറേച്ചർ നോക്കേണ്ടതായിട്ടുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് എല്ലാവരും അരമണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ 15 മിനിറ്റ് നിർബന്ധമായിട്ട് മുമ്പ് എല്ലാവരും എത്തിയിരിക്കുക. വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന വരുമ്പോൾ ചെരുപ്പുകൾ ഇടുന്ന കാര്യം ശ്രദ്ധിക്കണം. പുറത്ത് ഇടുന്നത് നമ്മൾ പരസ്പരം അകലത്തിൽ ഇടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുള്ളവർ നമ്മുടെ ഡോമി സാറിനെയോ അല്ലെങ്കിൽ ജോ സാറിനെ വിളിച്ച് കാര്യങ്ങൾ കുട്ടികൾ അറിയുക. അതുപോലെ തന്നെ ഒരുപാട് സമയവും ഇതുപോലെ തന്നെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. 6:45-ന് 1, 2, 3, 4 യൂണിറ്റുകാർ, 8:30-ക്ക് 5, 6, 7, 8 യൂണിറ്റുകാർ, 4 മണിക്കുള്ളത് സമ്മാനത്തിന് അർഹരായിട്ടുള്ള കുട്ടികൾ മാത്രമായിട്ട് വരാൻ ശ്രമിക്കുക. നമുക്കറിയാം ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷ പരിപാടികളൊക്കെ നിയന്ത്രണം ഉണ്ട്. നമുക്ക് കരോള് വീടുകൾ തോറുമുള്ള കരോള് പരിപാടി ഈ കൊല്ലം ഉണ്ടായിരിക്കുകയില്ല എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. പരിമിതിക്രമങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതിൻ്റെ സമയവും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ സാവധാനം നിങ്ങളുടെ ഗ്രൂപ്പിൽ, നമ്മുടെ ഇടവകയുടെ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. പിന്നെ നമ്മുടെ ഇടവകയുടെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ യൂണിറ്റുകളുടെ ഗ്രൂപ്പിലോ മെമ്പേഴ്സ് അല്ലാത്തവരുണ്ടെങ്കിൽ അവരെ ആഡ് ചെയ്യാനായിട്ട് നമുക്ക് അവസരമുണ്ട്. അപ്പോൾ യൂണിറ്റിൽപ്പെട്ടവർ യൂണിറ്റിൽ തന്നെ അത് ഗ്രൂപ്പിൽ ചേരുവാൻ ആഗ്രഹിക്കുന്നവർ യൂണിറ്റ് ഭാരവാഹികളോട് പറയുക, അഡ്മിനോട് പറയുക, അല്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതിയായിരിക്കും. അവരെ ആ മെമ്പർഷിപ്പ് തരുന്നതാണ്, അവരെ ആഡ് ചെയ്യുന്നതാണ് അതിനകത്തേക്ക്. കാരണം
കാര്യങ്ങൾ അറിയിക്കുന്നതില്ല, ഗ്രൂപ്പിലൂടെയാണല്ലോ ഇപ്പോൾ അറിയിക്കുന്നത് ഈ സാഹചര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് മെമ്പേഴ്സ് അല്ലാത്തവരെ, അല്ലാതെ ആഡിങ് അല്ലാത്തവരെ അവിടെ വിളിച്ച് പറഞ്ഞാൽ അവിടെ നമ്പർ, വാട്സാപ്പ് നമ്പർ കൊടുത്താൽ ആ ഗ്രൂപ്പിലേക്ക് അവർ ആഡ് ചെയ്യുന്നതുമാണ്. നമുക്ക് എഴുന്നേൽക്കാം. കുർബാന കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴത്തേക്കും പുറകിലുള്ളവരെ പുറകിൽ കൂടി ആ വാതിൽ കൂടി വേണം പുറത്തേക്ക് പോകുവാനായിട്ട് കാര്യം ഓർക്കുന്ന, മുൻവശത്തുള്ളവർ മുന്നേറ്റ വാതിൽ കൂടി വേണം പുറത്തേക്ക് പോകുവാനെന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ പുറത്ത് സാനിറ്റൈസർ വെച്ചിട്ടുണ്ട്. കൈകൾ നമ്മൾ കയറുമ്പോഴും തിരിച്ചു പോകുമ്പോഴും കൈകൾ സാനിറ്റൈസ് ചെയ്യാനായിട്ട് പ്രത്യേകം കൊണ്ട് പരിശ്രമിക്കുകയും ചെയ്യുക. നമുക്ക് കാര്യങ്ങൾ കൂപ്പി ഒരു നിമിഷം കണ്ണുകളടച്ച് പറയാൻ നമുക്ക് നന്ദി പറയാം. ഇങ്ങനെയൊക്കെയുള്ള പദ്ധതിയിലൂടെ കടന്നു പോകുമ്പോൾ തമ്പുരാൻ നമ്മൾ എത്രമാത്രം സ്നേഹത്തോടു കൂടിയാണ്, വാത്സല്യത്തോടു കൂടിയാണ്, ശ്രദ്ധയോടു കൂടിയാണ്, കാര്യത്തോടു കൂടിയാണ് നമ്മളെ കാത്തുകൊണ്ട് പോവുക. തമ്പുരാൻ നന്ദി പറയാം. നമുക്ക് ഈശോ നമ്മുടെ ഹൃദയത്തിലുണ്ട്. നമ്മൾ കൂടെ ആയിരിക്കുന്ന ഈശോയുടെ ഒപ്പം നമുക്ക് ആയിരിക്കുവാനും ആ തമ്പുരാൻ ഇഷ്ടമില്ലാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാതിരിക്കുവാനും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇടവ കുടുംബത്തെ ഒരിക്കൽ കൂടി മുഴുവനായിട്ട് സമർപ്പിച്ച് നമ്മുടെ എല്ലാ തെറ്റുകൾക്കും ഒരിക്കൽ കൂടി മാപ്പ് ചോദിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കുക. ജീവൻ നൽകും ദൈവികമാം പരിപാവനമീ ബലിവഴിയായി നാഥനു സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ച അണച്ചല്ലോ. പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ സ്വർഗീയോർശം നഗരത്തിൽ മാലാഖമാരുത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നെ ഈ കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ആരെങ്കിലും ജന്മദിനം ആഘോഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നല്ല ദിവസം നിങ്ങൾക്കായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.